So next topic in client side scripting is assessing values in text box using JavaScript. എങ്ങനെയാണ് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂസ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അസസ് ചെയ്യുന്നത്? നമ്മൾ ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് എവിടെയാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചത് HTML ഫോംസിലാണ്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് HTML ഫോംസ് പ്രോസസ്സ് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്. നമ്മൾ HTML ഫോംസിൽ ആ ഫോമിന്റെ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം നമ്മൾ പറഞ്ഞു ആക്ഷൻ ഫോമിന്റെ ആക്ഷൻ ആട്രിബ്യൂട്ടിൽ പറയുന്ന മെത്തേഡ് ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. ആക്ഷൻ മെത്തേഡ് പ്രോസസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്ലയന്റ് സൈഡ് വാലിഡേഷൻ, ഈ ഒരു ഫോമിന്റെ ക്ലയന്റ് സൈഡ് വാലിഡേഷൻ, ഡാറ്റ വാലിഡേഷൻ ആവും അല്ലെങ്കിൽ സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഫോംസും ജാവാസ്ക്രിപ്റ്റും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാമ്പിളിൽ നോക്കാം. എക്സാമ്പിളിലൂടെ നമുക്ക് അത് പഠിക്കാം. ജസ്റ്റ് നമ്മൾ നിങ്ങൾക്കറിയാം ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോംസിൽ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു ഫോം നോക്കാം. സോ ഇവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് ഇവിടെ കാണാം. HTML ഹെഡ് സെക്ഷനിൽ കൊടുത്തു, ഹെഡ് സെക്ഷൻ ക്ലോസ് ചെയ്തു, ദെൻ ബോഡി, ദെൻ ഫോം ഇവിടെ ഡിക്ലെയർ ചെയ്തു അല്ലെ. ബോഡിൻ്റെ ഉള്ളിൽ ഫോം, ദെൻ ഫോമിന് നമ്മൾ പഠിക്കാത്തൊരു ആട്രിബ്യൂട്ട് ആണ് എന്ത്, നെയിം ആട്രിബ്യൂട്ട്. സോ സിമ്പിൾ ആണ്, എന്താണ് യൂസ് ടു നെയിം ദ ഫോം. ഫോമിന് നെയിം ചെയ്യാനാണ്, കാരണം സെർവറിൽ ഫോം നമുക്ക് അസസ് ചെയ്യുന്നത് ഈ നെയിം ഉപയോഗിച്ചിട്ടാണ്. FRM സ്ക്വയർ എന്നുള്ള പേരിൽ അതിനെ നെയിം ചെയ്തു. ദെൻ സെൻട്രൽ അലൈൻമെന്റ് കൊടുത്ത് സെൻട്രൽ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ എൻ്റെ നമ്പർ എന്നുള്ളൊരു ലേബിൾ കൊടുത്ത് അതിനുശേഷം ഒരു ടെക്സ്റ്റ് ബോക്സ് അല്ലെ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, അതിനെ നെയിം ചെയ്തു TST നം. ദെൻ രണ്ട് ലൈൻ ബ്രേക്ക് കൊടുത്ത് സ്ക്വയറീസ് എന്ന ഇത് കൊടുത്തു, മീൻസ് ലേബിൾ കൊടുത്തു. ദെൻ വീണ്ടും ഒരു ടെക്സ്റ്റ് ബോക്സ്, അതിൻ്റെ നെയിം TST സ്ക്വയർ. ദെൻ ഒരു ബട്ടൺ അവിടെ കൊടുത്തു അല്ലെ, അതിൻ്റെ വാല്യൂ ഈക്വൽ ടു ഷോ എന്ന് പറഞ്ഞ ബട്ടൻ്റെ മുകളിൽ ഷോ എന്നുള്ളത് വരും അല്ലെ. സോ ബട്ടൺ എന്ത് ചെയ്യണം, ബട്ടൺ പ്രസ് ചെയ്ത് എന്ത് ചെയ്യണം എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ കാണുന്ന ഡയഗ്രത്തിലുള്ള ഒരു ഔട്ട്പുട്ടാണ് അല്ലെ. ജസ്റ്റ് എൻ്റർ നമ്പർ എന്നുള്ള അതിനുശേഷം ടെക്സ്റ്റ് ബോക്സ്, ദെൻ അടുത്ത ലൈനിൽ സ്ക്വയറീസ് എന്നുള്ള ഒരു വേർഡ്, അതിൻ്റെ ടെക്സ്റ്റ് ബോക്സ്, ഇതിന് താഴെ ഷോ എന്ന് പറഞ്ഞൊരു ബട്ടൺ. ഇത്രയാണ് നമ്മൾ ഫോം ഡിസൈനിങ്ങിൽ പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ ഫോം ഡിസൈനിൽ പഠിച്ചതാണ്. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഡാറ്റ അസസ് ചെയ്യുന്നത്, ആ ഡാറ്റനെ പ്രോസസ് ചെയ്ത് എങ്ങനെയാണ് റിസൾട്ട് നമുക്ക് അതിലോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഡാറ്റ എങ്ങനെ അസസ് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ ഈ ഫോമിൻ്റെ കോഡിൽ ചെറുതായിട്ടൊരു മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡാറ്റ എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ അസസ് ചെയ്യുന്നത്, ഒരു ടെക്സ്റ്റ് ബോക്സിലെ ഡാറ്റ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കോഡ് ഇവിടെ നോക്കുന്നു. ഓക്കെ, ഇവിടെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയറി എന്ത് ചെയ്യണം, സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇവിടെ നമ്മൾ എഴുതും. നമ്മൾ സപ്പോസ് ഹെഡ് സെക്ഷനിലാണ് ഈ കോഡ് എഴുതുന്നത്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എഴുതാം, ബോഡി സെക്ഷനിൽ എഴുതാം, ഹെഡ് സെക്ഷനിൽ എഴുതാം. ഞാൻ ഹെഡ് സെക്ഷനിൽ എഴുതി സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തു, ലാംഗ്വേജ് ഈക്വൽ ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു, ഒരു ഫംഗ്ഷൻ എഴുതാം. അപ്പോൾ എപ്പോഴും ജാവാസ്ക്രിപ്റ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ മീൻസ് ടെക്സ്റ്റ് ബോക്സിൽ കണ്ടന്റിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റ് ഇടുമ്പോൾ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. എന്തിനാണെന്നുള്ളത് നമുക്ക് ലേറ്റർ നമ്മൾ ഈ ക്ലാസ് ഈ വീഡിയോൻ്റെ ലേറ്റർ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്. ഒരു ഫംഗ്ഷൻ എഴുതി അതിൻ്റെ പേര് ഷോ സ്ക്വയർ എന്ന് കൊടുത്തു. ഈ ഷോ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഡിഫാൾട്ട് ഫംഗ്ഷൻ എന്നല്ല, കാരണം നമ്മളവിടെ ഫംഗ്ഷൻ കീവേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോ അതിന് അടുത്ത സ്ക്വയറിൻ്റെ S ക്യാപിറ്റലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഒരു നെയിമിംഗ് കൺവെൻഷനാണ്, അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ കൊടുക്കാം. പക്ഷേ ജാവാസ്ക്രിപ്റ്റിലുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ്റെ കേസസ്, അതായത് അപ്പർ കേസ് ആണ് അപ്പർ കേസ്, ലോവർ കേസ് ആണ് ലോവർ കേസ്, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പാലിക്കണം. ഓക്കെ, ദെൻ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ രണ്ട് വേരിയബിൾ കൊടുത്തു, നം ആൻഡ് എൻഡ് അല്ലേ. അതിനുശേഷം എന്ത് ചെയ്തു, നം ഈക്വൽ ടു നമ്മൾ എന്താണ് നമ്മിലോട്ട് ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ റീഡ് ചെയ്യാം. അതെങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്, ഡോക്യുമെന്റ് അല്ലെ. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഡോക്യുമെന്റ് എന്താണ്, റെഫേഴ്സ് ദ എൻറ്റയർ ബോഡി സെക്ഷൻ ഓഫ് വെബ് പേജ് അല്ലെ. വെബ് പേജിന്റെ ആ ബോഡി സെക്ഷൻ, അവിടെ നമ്മൾ കണ്ടന്റ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത് HTML കോഡ് വഴി. അപ്പോൾ ആ എൻറ്റയർ ബോഡി പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, ഡോക്യുമെന്റ് ഉപയോഗിക്കുന്നത്. ഡോക്യുമെന്റ് ഡോട്ട് FRM സ്ക്വയർ. FRM സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ആക്ച്വലി ദ ഫോം നെയിം. ഫോമിന് നമ്മൾ കൊടുത്തിട്ടുള്ള നെയിമാണ്. അപ്പോൾ ഡോക്യുമെന്റിലെ FRM സ്ക്വയർ എന്ന് പറഞ്ഞ
ഫോമിലെ document dot frm square dot ഇനി അതിലെന്താ വേണ്ടത്? അതിലെന്തുണ്ട്? ആ ഫോമിൽ എന്തുണ്ട്? ഒന്നിലധികം ഫോം കൺട്രോൾസ് ഉണ്ട് അല്ലേ? കാരണം അവിടെ 2 ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ ഒന്നിലധികം 2 ടെക്സ്റ്റ് ബോക്സും ഒരു ബട്ടണും ഉണ്ട്. 3 ഫോം കൺട്രോൾസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഏത് ഫോം കൺട്രോളിലെ ഡാറ്റയാണ് നമുക്ക് അക്സസ് ചെയ്യേണ്ടത്? അതെന്ത് ചെയ്യുന്നു? ആ ഫോം കൺട്രോളിന്റെ നെയിം നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിന്റെ പേര് നമ്മൾ എന്താ കൊടുത്തത്? tst num. സോ document dot frm square dot tst num എങ്ങനെയാണ് പറയുന്നത്? ഡോക്യുമെന്റ് പാർട്ടിലെ ഫോമിലെ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിലെ ദെൻ അവിടുത്തെ എന്താ വേണ്ടത്? വാല്യൂ ഡോട്ട് വാല്യൂ. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ വാല്യൂ അവിടുന്ന് റീഡ് ചെയ്യുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നം എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ആൻഡ് ഈക്വൽ ടു നം ഇൻറ്റു നം അല്ലെ? സ്ക്വയർ കാണാൻ വേണ്ടി നമുക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എന്താ സ്ക്വയർ ആയി അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ആൻസ് എന്ന് പറഞ്ഞ് നമ്മളെ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇതിവിടെ സ്റ്റോർ ചെയ്താൽ മാത്രം മതി? ആൻസിൽ സ്റ്റോർ ചെയ്താൽ മതി? പോരാ. അതിന് പകരം എന്ത് ചെയ്യണം? ഈ ആൻസ് എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യണം? സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിലോട്ട് എന്ത് ചെയ്യണം? ഇൻപുട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ പ്ലേസ് ചെയ്യണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എങ്ങനെ സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സ് നമ്മൾ എങ്ങനെ അക്സസ് ചെയ്യുക? document dot frm square അല്ലെ? ഡോക്യുമെന്റിലെ ഫോമിലെ സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിന്റെ പേരെന്താ? tst square sqr അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? document dot frm square dot tst square അവിടുത്തെ എന്താണ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ട? വാല്യൂ ആയിട്ട് അല്ലെ? ഡോട്ട് വാല്യൂ ഈക്വൽ ടു ആൻസ്. അപ്പൊ ആൻസിലെ വാല്യൂ എന്ത് ചെയ്തു? document dot frm square dot tst square dot വാല്യൂ ഈക്വൽ ടു ആൻസ്. അവിടുത്തെ എന്ത് സംഭവിക്കും? സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുള്ള ആൻസ് എന്നുള്ള ആ സ്ക്വയർ എന്ത് ചെയ്യുന്നു? അവിടെ പ്ലേസ് ചെയ്യുന്നു. ഇത്രയും കാര്യമാണ് എന്ത് ചെയ്തത്? ഈ കോഡ് ചെയ്തത് അല്ലെ? ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ നമ്മൾ അക്സസ് ചെയ്യുന്നത് അല്ലെ? അത് അങ്ങോട്ട് പ്ലേസ് ചെയ്യാനാണെങ്കിലും അവിടുന്ന് റീഡ് ചെയ്യാനാണെങ്കിലും എങ്ങനെയാണ് ചെയ്യുന്നത്? document dot then form name dot then form control name dot value. ഓക്കെ, document dot ഇവിടെ ഫോമിന്റെ പേരെന്താണ്? frm square dot ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിന്റെ പേരെന്താ? tst num dot അതിന്റെ വാല്യൂ. സോ വാല്യൂ എന്ന് കൊടുക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഫുൾ കോഡ് നോക്കാം. അപ്പൊ നമ്മൾ അതിന്റെ കോഡ് എഴുതി, അതായത് അതിനെ പ്രോസസ് ചെയ്യേണ്ട കോഡ് എഴുതി. ഫോമിന്റെ കോഡിൽ നമ്മൾ എന്ത് മാറ്റമാണ് വരുത്തുന്നത്? വലിയ മാറ്റമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ബട്ടന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവന്റ് പറയുന്നു. ബട്ടന്റെ അവിടെ അതിന്റെ ഇവന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവന്റ് ഈസ് സം ആക്ടിവിറ്റി. when that activity occurs the particular function will be called or executed. ഇവന്റ് എന്താണ്? നമ്മൾ ബട്ടന്റെ അവിടെ നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു 2 ബട്ടൺ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സബ്മിറ്റ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ അല്ലെ? അവിടെ നമ്മൾ ഇവന്റ് എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? സബ്മിറ്റ് ബട്ടൺ എന്താ ചെയ്യേണ്ടത്? ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെറ്റ് ബട്ടൺ എന്ത് ചെയ്യണം എന്നുള്ളതും ഓൾറെഡി ഡിഫൈൻ ചെയ്തു. പക്ഷെ ബട്ടൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് എന്താണ്? ബട്ടൺ ആണ്. അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യില്ല? ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള അത് യൂസറിന് ഡിഫൈൻ ചെയ്യാം. അങ്ങനെ യൂസർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇവന്റ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവന്റ്സ് എന്ന് എന്താണ്? ഒരു ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റി ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവന്റ്സിന് ഈക്വൽ ടു നമ്മൾ കൊടുത്തിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഇവന്റ്സിന് ഈക്വൽ എന്നിട്ട് കൊടുത്തിട്ടുള്ള വാല്യൂ, അതൊരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും? കോൾ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവന്റ്. അതെന്താണെന്നുള്ളത് നമ്മൾ ഏറ്റവും നമ്മൾ പറയുന്നുണ്ട്. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവന്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഓൺ ക്ലിക്കിൽ, ഇവിടെ പലപ്പോഴും ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ കുട്ടികൾ തെറ്റിക്കുന്നത് സ്പെല്ലിംഗ് ആണ്. ഓക്കെ, ഓൺ ക്ലിക്കിൽ എന്താണ്? ഒരൊറ്റ വേർഡാണ്. അതിലെ സി ഫസ്റ്റ് കീ, ക്ലിക്കില് ഫസ്റ്റ് സി എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺ ക്ലിക്ക് ഈക്വൽ ടു എന്ത് ചെയ്തു? ഷോ സ്ക്വയർ നമ്മൾ ഇവിടെ കൊടുത്ത ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. ആ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുക? ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഷോ സ്ക്വയർ എക്സിക്യൂട്ട് ചെയ്യും. ഷോ സ്ക്വയറിൽ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ എടുത്ത് അതിന്റെ സ്ക്വയർ കണ്ട് സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൽ പ്ലേസ് ചെയ്യും അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ബട്ടൺ നമ്മൾ ഷോ എന്ന് പറഞ്ഞ ബട്ടൺ ആണ്. അതിന്റെ ഈ ഓൺ ക്ലിക്ക് ഇവന്റ് ഒക്കെ ചെയ്താലാണ്. ഇനി എന്താണ് ഓൺ ക്ലിക്ക് ഇവന്റ് നോക്കുക അല്ലെ? അല്ലെങ്കിൽ എന്താണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഇവന്റ്സ് ഏതൊക്കെയാണ്? അതെന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ഇവന്റ് ടേബിൾ നോക്കാം. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ എന്താണ്? ഒക്കർ വെൻ യൂസർ ക്ലിക്സ് ഓൺ ആൻ ഒബ്ജക്ട് അല്ലെ? ഒരു ഒബ്ജക്റ്റിൽ യൂസർ മൗസ് ക്ലിക്ക് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒക്കർ ചെയ്യുന്ന ഇവന്റ് ആണ് ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ബട്ടൺ ആണ്, ഷോ ബട്ടൺ ആണ്. ഓക്കെ, അത് ബട്ടൺ ആവാം, അപ്പോൾ അതുപോലുള്ള ഒബ്ജക്റ്റുകളാവും. അപ്പോൾ ആ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
എന്ത് സംഭവിക്കുന്നു? മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് ഇവന്റ് ഒക്കർ ആവും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓൺ ക്ലിക്ക് ഇവന്റ് ഒക്കർ എന്ത് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനെ വിളിക്കാൻ വേണ്ടി ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഓൺ മൗസ് എൻ്റർ ആണെങ്കിലോ ഒക്കേഴ്സ് വെൻ ദ മൗസ് പോയിന്റർ ഇസ് മൂവ്ഡ് ഓൺ ടു ആൻ ഒബ്ജക്റ്റ് അല്ലേ? അത് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? ഓൺ മൗസ് എൻ്റർ എന്ന് പറയുന്നത് ഓൺ മൗസ് എൻ്ററിൽ നോക്കിക്കാണും എമ്മും അതുപോലെ തന്നെ ഇയും ക്യാപിറ്റലാണ്, ബാക്കി എല്ലാം സ്മോൾ ലെറ്റർ, എല്ലാം ഒരൊറ്റ വേർഡാണ്. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധ വേണം. ഇടയ്ക്ക് ചോദിക്കാറുണ്ട് വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇവന്റ്സ് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ഇവന്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഓൺ മൗസ് സെന്റർ എന്താ പറയുന്നത്? ഒക്കേഴ്സ് വെൻ എ മൗസ് പോയിന്റർ ഇസ് മൂവ്ഡ് ഓൺ ടു ആൻ ഒബ്ജക്റ്റ് അല്ലേ? അത് എപ്പോഴാണ് ഒക്കർ ചെയ്യുക? ഒരു മൗസ് നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ മുകളിലോട്ട് എന്ത് ചെയ്യുമ്പോൾ പ്ലേസ് ചെയ്യുമ്പോൾ അല്ലെ, ഒബ്ജക്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ മീൻസ് ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ മൗസ് പോയിന്റർ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ആ ഇവന്റ് ഒക്കെ ചെയ്യും. അവിടെ ക്ലിക്ക് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമില്ല. ഓക്കെ, ദെൻ ഓൺ മൗസ് ലീവ് ആണെങ്കിൽ അടുത്ത ഇവന്റ് ആണ്. അത് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? ഒക്കേഴ്സ് വെൻ ദ മൗസ് പോയിന്റർ ഇസ് മൂവ്ഡ് ഔട്ട് ഓഫ് ആൻ ഒബ്ജക്റ്റ് അല്ലേ? ഓൺ മൗസ് ലീവ് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റിലോട്ട് മൗസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? പോകുന്നു, പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്താലും ഒന്നും ഒക്കർ ചെയ്യില്ല, ക്ലിക്ക് ചെയ്താലും ഒക്കർ ചെയ്യില്ല. എപ്പോഴാണ് അത് ഇവന്റ് ഒക്കർ ചെയ്യുക? ആ മൗസ് പോയിന്റർ വീണ്ടും അവിടുന്ന് മൂവ് ചെയ്യുമ്പോൾ, അതിൽ നിന്ന് ആ ഒബ്ജക്റ്റിൽ നിന്ന് മൂവ് ഔട്ട് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഓൺ മൗസ് ലീവ് എന്നുള്ള ഇവന്റ് ഒക്കർ ആവും. അതിന് ഒക്കർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഫംഗ്ഷന് ആ ഇവന്റിന് ഈക്വൽ ടു നമ്മൾ കൊടുത്തുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും. ഓക്കെ, ഇവന്റ് ഒക്കർ ചെയ്താൽ അതിന് ഈക്വൽ ടു നമ്മൾ കൊടുത്തുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവന്റ് എപ്പോൾ ഒക്കർ ചെയ്യുന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, മൗസ് ലീവ് ഓൺ മൗസ് ലീവ് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? മൗസ് പോയിന്റർ ആ പറഞ്ഞ ബട്ടന്റെ മുകളിൽ വരുമ്പോഴല്ല, വന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും അല്ല, എന്താണ് അതിന് ശേഷം വന്ന് തിരിച്ചു പോവും. ഓക്കെ, ദെൻ ഓൺ കീ ഡൗൺ എന്ന് പറഞ്ഞാൽ ഒക്കേഴ്സ് വെൻ ദ യൂസർ ഈസ് പ്രസ്സിംഗ് എ കീ ഓൺ ദ കീബോർഡ്. ഇത് എപ്പോഴും ഒക്കർ ചെയ്യുന്നത്? യൂസർ ഒരു കീ പ്രസ്സിംഗ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആണ് ഓൺ കീ അപ്പ്. യൂസർ ഒരു കീ പ്രസ് ചെയ്ത കീ റിലീസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഓൺ കീ അപ്പ് എന്നുള്ള ഇവന്റ് ഒക്കർ ചെയ്യുന്നത്. അപ്പൊ ഇവന്റ് ഒക്കേർഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടുള്ള നമ്മളെ ഫംഗ്ഷൻ എന്ത് ചെയ്യും? കോൾ ചെയ്യും. ഓക്കെ, അപ്പൊ നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ ക്ലിക്ക് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ നമുക്ക് പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിന്റെ എക്സിക്യൂഷൻ നമുക്ക് നോക്കാം. സ്ക്വയർ ഫംഗ്ഷൻ അല്ലെ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഫംഗ്ഷൻ സ്ക്വയർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഹെഡ് സെക്ഷനിൽ സ്ക്രിപ്റ്റ് കോഡ് എഴുതി, അതിനുശേഷം ബോഡി സെക്ഷനിൽ നമ്മളെ ഫോമിന്റെ കോഡും കൊടുത്തു. രണ്ടും ഒരുമിച്ച് കൊടുക്കാൻ ഒരു പ്രശ്നമല്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് പാർട്ടായിട്ട് പെട്ടെന്ന് നമുക്ക് മീൻസ് റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ഓൺ ക്ലിക്കിൽ ഞാൻ കൊടുത്തു, എന്ത് ചെയ്തു? ഷോ സ്ക്വയർ ഓഫ്. അവിടെ ശ്രദ്ധിച്ച കാണാം സി ക്യാപിറ്റലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓൺ ക്ലിക്ക് കൊടുത്തു, ഷോ സ്ക്വയർ ഓഫ് എന്ന് കൊടുത്തു, നമ്മൾ ഫോം ചെയ്തു അല്ലേ? ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാം. 24 ചെറിയൊരു വാല്യൂ കൊടുക്കാം, 4 കൊടുത്തു, ഷോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്ക്വയർ ഈസ് എന്നുള്ള അല്ലേ? ഷോ ഞാൻ ഇപ്പോൾ മൗസ് പോയിന്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഷോ ബട്ടന്റെ മുകളിൽ നമുക്കൊന്ന് ജസ്റ്റ് സ്ക്രീൻ വലുതാക്കാം അല്ലേ? നമ്മൾ മൗസ് പോയിന്റ് ഷോ ബട്ടന്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അല്ലേ? കൊണ്ടുവന്ന് വെച്ചൊന്നും എന്തില്ല, ഇവിടെ സ്ക്വയർ ഈസ് എന്നുള്ള അവിടെ വാല്യൂ വന്നില്ല, ഇവന്റ് ഒക്കർ ആയിട്ടില്ല അല്ലേ? അവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്തു, അപ്പോഴും ഇവന്റ് ഒക്കർ ആയില്ല. പക്ഷെ എന്താണ്? ഓൺ ക്ലിക്ക് ആണ് ഇവന്റ്. ഞാൻ എന്ത് ക്ലിക്ക് ചെയ്തു, ഓട്ടോമാറ്റിക്കലി എന്ത് വന്നു? അവിടെ ആ ഫംഗ്ഷൻ കോൾ ചെയ്ത് അതിന്റെ റിസൾട്ട് സ്ക്വയർ ഈസ് എന്നുള്ള അവിടെ സൈസ് ചെയ്ത് വന്നു. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് നമുക്ക് അതിന്റെ ഈവൻസ് ഒന്ന് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം അല്ലെ? ഓൺ മൗസ് എൻറ്ററിന് പകരം ഓൺ മൗസ് ലീവ് കൊടുക്കുക. ഓൺ മൗസ് ലീവ് എൻറ്റർ വേണമെങ്കിൽ കൊടുക്കാൻ, ജസ്റ്റ് നമുക്ക് മൊത്തം കേസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സേവ് ചെയ്തു, ദെൻ റൺ ചെയ്യുന്നു. സോ 4 കൊടുത്തു. ഇവിടെ ഷോ ബട്ടന്റെ മുകളിൽ കൊണ്ടുവന്നു മൗസ് പോയിന്റർ അല്ലെ? ഒരു വ്യത്യാസം കാണുന്നില്ല. ക്ലിക്ക് ചെയ്തു, അപ്പോഴും ഒരു വ്യത്യാസമില്ല അല്ലെ? ക്ലിക്കിലും വരില്ല. ഇനി എന്ത് ചെയ്യുന്നു? മൗസ് പോയിന്റർ അവിടെ നിന്ന് മാറ്റുകയാണ്. അപ്പൊ എന്തായി? നമ്മളവിടെ റിസൾട്ട് ഡെലിവർ. ഇതാണ് എന്ത്? ഓൺ മൗസ് ലീവ്. അപ്പോൾ ഇതുപോലെ ഓരോ ഇവന്റ്സ് നിങ്ങൾക്ക് മാറ്റി മാറ്റി ചെയ്ത് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് നമ്മളിവിടെ സം ഓഫ് 2 നമ്പേഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഒരു ഫോം ഡിസൈൻ ചെയ്യുന്നു. ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ നിങ്ങളൊരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൽ അതിന്റെ റിസൾട്ട് സം ഈസ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ്, തൊട്ട് താഴെ ഒരു ഷോ ബട്ടൺ. ഇത്രയാണ് ഫോം ഡിസൈൻ ചെയ്തത്. ഓക്കെ, ഇനി അതിന്റെ കോഡാണ് ഇവന്റ്സ് ഒക്കെ അറിയുമ്പോൾ ഈ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ കോഡ് എഴുതുന്നത്. കാരണം ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ നെയിമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു
ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിന്റെ കോഡ് എഴുതും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്തു num1 അല്ലെ. അപ്പോൾ ഇവിടെ 3 ടെക്സ്റ്റ് ബോക്സ് വേണം, കാരണം സം ആണ്. 3 ടെക്സ്റ്റ് ബോക്സ്, ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൽ സെക്കൻഡ് നമ്പർ, തേർഡിൽ സം ഈസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ num1 എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾ num1 എന്ന വേരിയബിളിലോട്ട് ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ വാല്യൂ അതെങ്ങനെ അസൈൻ ചെയ്തത്? ഡോക്യുമെന്റ് ഡോട്ട് frm sum എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്ത ഫോമിന്റെ നെയിം ആണ്. അതിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിന്റെ പേരാണ് tst num1, അതിലെ വാല്യൂ ആണ് അല്ല. അപ്പൊ ഡോക്യുമെന്റ് ഡോട്ട് frm sum ഡോട്ട് tst num1 ഡോട്ട് വാല്യൂ. അതേപോലെ തന്നെ സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സ് frm num tst ഡോട്ട് വാല്യൂ. ദെൻ എന്ത് ചെയ്യുക, num1 num2 കിട്ടി, ആൻസർ ഈക്വൽ num1 പ്ലസ് num2 ഡോക്യുമെന്റ് ഡോട്ട് frm sum ഡോട്ട് tst sum ഡോട്ട് വാല്യൂ. അതായത് സെക്കൻഡ് തേർഡ് ടെക്സ്റ്റ് ബോക്സ് ഡോക്യുമെന്റ് ഡോട്ട് frm sum, തേർഡ് ടെക്സ്റ്റ് ബോക്സിന്റെ നെയിം ആണ് tst sum ഡോട്ട് വാല്യൂ. അങ്ങോട്ട് എന്ത് ചെയ്തു, ആൻസറിലെ വാല്യൂ സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ഇനി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയാൻ മുമ്പത്തേതിൽ വിട്ടുപോയൊരു കാര്യം, അല്ലെങ്കിൽ അവിടെ മുമ്പത്തേതിൽ നമ്മൾ സ്ട്രെസ് ചെയ്യാത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് റീഡ് ചെയ്യുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, നമ്മളതിൽ കൊടുത്ത വാല്യൂ നമ്പറോ ഇൻറ്റിജറോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതെന്താണ് റീഡ് ചെയ്യുന്നത് സ്ട്രിങ് രൂപത്തിൽ അല്ലെങ്കിൽ സ്ട്രിങ് ഡാറ്റ ടൈപ്പിന്റെ രൂപത്തിലാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു സ്ട്രിങ് നമ്പർ സ്ട്രിങ്ങിന്റെ രൂപത്തിൽ ചെയ്താലും ആ നമ്പർ ഇൻറ്റു നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി അവിടെ മൾട്ടിപ്ലിക്കേഷൻ കിട്ടും. പക്ഷേ പ്ലസ് സിമ്പിൾ അല്ലേ, നിങ്ങൾക്കറിയാം പ്ലസ് സിമ്പിൾ എന്താണ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഓപ്പറൻസിനനുസരിച്ചിട്ടാണ് അവിടെ എന്ത് ഓപ്പറേഷൻ നടക്കുന്നത് തീരുമാനിക്കുന്നത്. ഓപ്പറൻസ് രണ്ടും നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ നമ്പർ അഡീഷനും, അതല്ല അതിൽ ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് സ്ട്രിങ് ആണെങ്കിൽ അവിടെ നടക്കുന്നത് സ്ട്രിങ് കൺകാറ്റിനേഷനുമാണ്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുക, num1 സപ്പോസ് നിങ്ങൾ റീഡ് ചെയ്ത് 20 എന്നും num2 റീഡ് ചെയ്ത് സപ്പോസ് 22 ആണെങ്കിൽ ഇവിടെ ആൻസർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് 42 ആണ്. പക്ഷെ അവിടെ വരുന്ന ആക്ച്വൽ ആൻസർ എന്താ വരിക, 2022 വരും അല്ലേ. സ്ട്രിങ് കൺകാറ്റിനേഷൻ നടക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിനെ പ്രോസസ് ചെയ്യുന്നത്, ഇതിനെങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്? ഇതിനും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, അതൊന്നും ഇവിടെ നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരുന്നു, ഈ കോൺടെക്സ്റ്റിലോട്ട് കൊണ്ടുവരുന്നത് മാത്രം. അപ്പൊ ആദ്യം ഈ ടെക്സ്റ്റ് ബോക്സിന്റെ ഒരു ഫോമിന്റെ ഒരു ലേഔട്ട് നമുക്ക് നോക്കാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന. ഫോം നെയിം frm sum എന്ന് കൊടുത്തു, നേരത്തെ പറഞ്ഞ തന്നെയാണ്. എൻ്റെ നമ്പർ 1 എന്നുള്ള ഒരു ലേബിൾ കൊടുത്ത് അതിന്റെ താഴെ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു, അതിന്റെ നെയിം tst num1. സെക്കൻഡ് എൻ്റെ നമ്പർ 2 എന്ന് പറഞ്ഞ ഒരു ലേബിൾ കൊടുത്തു, സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു, അതിന് tst num2 എന്ന് കൊടുത്തു. ഇതിന്റെ സം ഈസ് എന്ന് പറഞ്ഞൊരു ലേബിൾ കൊടുത്തു, അതിന് തേർഡ് ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു, അതിന് tst sum എന്നുള്ള പേര് കൊടുത്തു. ദെൻ ഒരു ബട്ടൺ അതിന്റെ താഴെ ബട്ടൺ വാല്യൂ ഷോ എന്ന് കൊടുത്തു, ഓൺ ക്ലിക്ക് ചെയ്യുന്നതിന്റെ തന്നെ കൊടുത്തു. അങ്ങനെ ഓൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഷോ സം എന്ന് പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറഞ്ഞു അല്ലേ. ഇത്രയാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞതിന്റെ എക്സാമ്പിൾ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അതവിടെ രണ്ട് നമ്പർ ഇതുണ്ട്, 10ഉം 20. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്, 10ഉം 20ഉം ഉണ്ട്. 10ഉം 20 ആഡ് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 30 ആണ് ആൻസർ ഉണ്ട്. പക്ഷെ അവിടെ എന്ത് ചെയ്യും, രണ്ടും സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യുന്നതുകൊണ്ട് 1020 എന്നുള്ള ആൻസർ വരുന്നു. ഓക്കെ, അപ്പൊ അതിന് പകരം നമുക്ക് നമ്പർ അഡീഷൻ നടത്തണം. അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് എന്ത്, നമ്പർ ഫംഗ്ഷൻ അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്പർ ഫംഗ്ഷൻ കൺവേർട്സ് ദ ഡാറ്റ ഇൻടു നമ്പർ ടൈപ്പ് ആൻഡ് അസൈൻ ദാറ്റ്, എന്താ പറഞ്ഞിരിക്കുന്നത്, അസൈൻ ദാറ്റ് നമ്പർ ഇൻടു എ വേരിയബിൾ num1. എന്താ പറയുക, നമ്പർ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ചെയ്യുന്നത്, നമ്മൾ മുമ്പത്തെ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയൊരു മാറ്റം വരുത്തുന്നു. എന്ത് ചെയ്യുന്നു, നമ്മൾ ഫംഗ്ഷന് ചെറിയൊരു മാറ്റം വരുത്തുന്നു. ഇവിടെ നേരത്തെ പോലെ തന്നെ ഡിക്ലെയർ ചെയ്തു. ഇവിടെ num1 അവിടെ എന്ത് ചെയ്തു, അതേപോലെ തന്നെ ഡോക്യുമെന്റ് ഡോട്ട് frm sum ഡോട്ട് tst num ഡോട്ട് വാല്യൂ num1 ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു, ആ കിട്ടിയ വാല്യൂവിനെ നമ്പർ ഫംഗ്ഷന്റെ ഇൻപുട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ കിട്ടിയ വാല്യൂ സ്ട്രിങ് ആണ്, പക്ഷെ അതിന്റെ ഉള്ളിലെ സ്ട്രിങ് എന്ന് പറയുന്ന നമ്പർ ആണ്, സ്ട്രിങ്ങിന്റെ ഉള്ളിലെ ഡാറ്റ നമ്പർ ആണ് അല്ലെ. അപ്പൊ അതിനെന്ത് ചെയ്യും, നമ്പർ ഫംഗ്ഷൻ തിരിച്ച് നമ്പറായി കൺവേർട്ട് ചെയ്യും. അപ്പൊ നമ്മളിലോട്ട് എന്ത് വരും, നമ്പർ ഡാറ്റ ടൈപ്പിലുള്ള നമ്പർ വരും. സെക്കൻഡും അതേപോലെ തന്നെ. അപ്പൊ num2ലും വന്നു. അപ്പൊ എന്ത് ഇവിടെ ചെയ്യുമ്പോൾ രണ്ടും നമ്പറാണ്, num1 നമ്പർ ഡാറ്റ ടൈപ്പിലാണ്, num2 നമ്പർ ഡാറ്റ ടൈപ്പിലാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യും, ഇന്റീരിയർ അഡീഷൻ നടക്കും, ആൻസർ കിട്ടും. അത് തിരിച്ച് നമ്മളിവിടെ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബോക്സും ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ നമ്പേഴ്സ് ആണ് ആവശ്യമുള്ളതെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ നമ്പർ ഫംഗ്ഷൻ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യണം.
വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സം ലിമിറ്റ് എന്നുള്ളതാണ്. സം ലിമിറ്റ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, ഡിസ്പ്ലേ സം ഓഫ് നമ്പേഴ്സ് അപ് ടു ഗിവൺ ലിമിറ്റ് അല്ലേ. അപ്പോൾ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 1 മുതൽ 1 + 2 + 3 + 4 + എക്സെട്ര ടു 10 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കാണണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സം ലിമിറ്റ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ലിമിറ്റ് ആദ്യം കൊടുക്കും, തൊട്ട് താഴെ അതിന്റെ സമ്മ് കൊടുക്കും. സമ്മ് കാണാനുള്ള ടെക്സ്റ്റ് ബോക്സ് താഴെ ഷോ ബട്ടൺ. ഇതാണ് അതിന്റെ ഫോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേരിയബിൾ സം എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തു, അതിലോട്ട് വാല്യൂ 0 ഇനീഷ്യലൈസ് ചെയ്തു, ഐ ലിമിറ്റ് 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ലിമിറ്റിലോട്ട് എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ റീഡ് ചെയ്യും. എങ്ങനെ, document.frm_sum.tst_limit.value. അപ്പോൾ frm സം ഫോമിന്റെ നെയിം, tst ലിമിറ്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബോക്സിന്റെ നെയിമാണ്. അതിലെ വാല്യൂ എടുത്തു. അതങ്ങനെ ആസ്പെക്ട് എടുത്ത സ്ട്രിംഗ് ആണ് വരിക. നമുക്ക് അതിൽ നമ്പർ ആയിട്ടാണ് വേണ്ടത്, അതുകൊണ്ട് നമ്പർ ഫംഗ്ഷനോട്ട് അത് കൊടുക്കുന്നു. അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ഒരു നമ്പർ ആയിരിക്കും, അത് ലിമിറ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു, ആ നമ്പറിന് നമ്മൾ നേരത്തെ നമ്മൾ C++ പഠിച്ച അതേ കോഡ് തന്നെ, i = 1, i ≤ ലിമിറ്റ് i + സം = സം + i എന്നുള്ള കോഡ് കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത് ഐട്രേറ്റീവ് ആയിട്ട് കണ്ട് സമ്മിൽ എന്തുണ്ടാവും, ലാസ്റ്റ് ലിമിറ്റ് വരെയുള്ള നമ്പേഴ്സിന്റെ സം ഉണ്ടാവും അല്ലേ. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു, അങ്ങനെ കണ്ടുപിടിച്ചതാണ് എന്ത് ചെയ്യണം, നമ്മൾ റിസൾട്ടന്റ് ടെക്സ്റ്റ് ബോക്സിൽ കൊടുക്കണം. അതിന് വേണ്ടി document.frm_sum. ഇതിന്റെ പേര്, ടെക്സ്റ്റ് ബോക്സിന്റെ പേര് tst sum ആണ്. അപ്പോൾ frm_sum.tst_sum.value ഈക്വൽ ടു എന്ത് ചെയ്തു, നമ്മൾ കണ്ടുപിടിച്ച എവിടെയുള്ളത് സം എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് സം കൊടുത്തു. അപ്പോൾ വളരെ സിമ്പിൾ ആണ് പ്രോഗ്രാം. നമ്മൾ കോഡിന്റെ ലെങ്ത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ തോന്നും. പക്ഷേ അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത് പഠിച്ചാൽ എന്താണ്, വളരെ സിമ്പിൾ ആണ്. C++നെക്കാട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ അതിന്റെ താഴെ അതിന്റെ ഫോമിന്റെ ഡിസൈൻ ആണ്. അത് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളിപ്പോൾ കുറേ ഫോംസ് കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഇവന്റ്സ് ഒന്ന് ഓൺ ക്ലിക്ക് ഉള്ള ഇവന്റ്സ് മാറ്റിയെടുക്ക്, ബാക്കിയുള്ള ഇവന്റ്സ് കൂടി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയാസ് കിട്ടും. അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിൻലി അസസിങ് വാല്യൂസിന് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ കൂടെ നമ്മളിവിടെ കുറച്ച് ഇപ്പോൾ ഇവിടേക്ക് സിമ്പിൾ കാൽക്കുലേഷൻ ആണ് നടത്തിയെങ്കിൽ കുറച്ച് വാലിഡേഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് താഴെ നമ്മളിവിടെ ഈ കോഡിൽ നോക്കുന്നത്. ഓക്കെ, സം ലിമിറ്റിന്റെ പ്രോഗ്രാം, തൊട്ടുമ്പത്തെ പ്രോഗ്രാം തന്നെ ഒന്ന് വാലിഡേറ്റ് ചെയ്യും. എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്, നമ്മൾ അറിയാതെ ഞാൻ എന്ത് ചെയ്തു, നമ്പർ ഒന്ന് എൻ്റർ ചെയ്യുന്നതിന് ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അറിയാതെ ഷോ ബട്ടൺ പ്രസ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പത്തെ കോഡ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു ഔട്ട്പുട്ടും കിട്ടില്ല, ഒന്നും കിട്ടില്ല, അവിടെ ഒരു മെസ്സേജ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ പാടില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഒരു അലർട്ട് മെസ്സേജ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു വാലിഡേഷൻ നടത്തുകയാണ്. എന്താണ് വാലിഡേഷൻ നടത്തുന്നത്, നമ്മൾ ആദ്യം റീഡ് ചെയ്യുന്ന വാല്യൂ, ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ റീഡ് ചെയ്യുന്ന വാല്യൂ empty ആണോ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലാങ്ക് സ്പേസ് ആണ്, ഡബിൾ കോഡ്സ് കൊടുത്തതിന്റെ മീനിങ് ബ്ലാങ്ക് സ്പേസ്. അപ്പോൾ empty ആണോ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു, ഇതിന്റെ ഇതിന്റെ empty ആണെങ്കിലാണ് ട്രൂ എന്ന് വരിക. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്തു, ഒരു അലർട്ട് മെസ്സേജ് കൊടുത്തു, എന്താണ്, പ്ലീസ് എൻ്റർ ദ ലിമിറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു, പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആയി. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഒരു ലിമിറ്റ് കൊടുത്താലേ നമ്മളവിടെ വർക്ക് ചെയ്യേണ്ടുള്ളൂ, മീൻസ് ഷോ ബട്ടൺ പ്രസ് ചെയ്യേണ്ടുള്ളൂ എന്നുള്ളതാണ് അവിടെ പറയാം. അങ്ങനെ ഒരു വാലിഡേഷൻ അവിടെ നടത്തുന്നു. ആ ഡാറ്റ ടെക്സ്റ്റ് ബോക്സിൽ ഡാറ്റ എൻ്റർ ചെയ്തിട്ടില്ലേ, ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വാലിഡേഷൻ അവിടെ നമ്മൾ ക്ലയന്റ് സൈഡിൽ തന്നെ നടത്തുന്നു. ഓക്കെ, അപ്പോൾ അതിന് ശേഷമാണ് ലിമിറ്റ് കൊടുക്കുന്നത്. അതായത് ട്രൂ അല്ലെങ്കിലാണ് എന്ത് ചെയ്യുക, ലിമിറ്റ് റീഡ് ചെയ്യുന്ന അതിലോട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലുള്ള വാലിഡേഷൻസ് നടത്താം എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, പലപ്പോഴും നിങ്ങൾ ടെക്സ്റ്റ് ബോക്സിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യാൻ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അറിയാതൊരു ക്യാരക്ടർ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവിടെ കാണിക്കും, എന്താണ്, മെസ്സേജ് കാണിക്കും, പ്ലീസ് എൻ്റർ വാലിഡ് നമ്പർ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ വേറൊരു അതേ സം ലിമിറ്റിന്റെ കേസ് തന്നെ എടുത്തു. അവിടെ എൻ്റർ ചെയ്തപ്പോൾ അറിയാതെ ലിമിറ്റിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്പറിന് പകരം അറിയാതെ വേറെ ഏതെങ്കിലും ക്യാരക്ടർ എൻ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം ഡോക്യുമെന്റിന്റെ ടെക്സ്റ്റിന്റെ വാല്യൂ empty ആണോ നോക്കി. empty ആണെങ്കിൽ അലർട്ട് മെസ്സേജ് കൊടുത്തു, റിട്ടേൺ കൊടുത്തു. ഇനി അതല്ലെങ്കിൽ വീണ്ടും ഒരു if കണ്ടീഷൻ കൊടുത്തു. അവിടെ ചെക്ക് ചെയ്യുന്ന എന്താണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ, ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ ഒരു നമ്പർ ആണോ അല്ലയോ എന്നുള്ളതാണ്. അതിന് വേണ്ടി നമുക്കറിയാം ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ ഏതാ, ഈസ് NaN ആണ്. ഈസ് NaNലോട്ട് എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത്, നമ്മളെ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ. അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ ഒരു നമ്പർ അല്ലെങ്കിൽ ഈസ് NaN എന്ത് ചെയ്യും, ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും അല്ലെ. നമ്പർ ആണെങ്കിലോ ഫാൾസ് എന്ന്. അപ്പോൾ നമ്പർ ആണെങ്കിൽ ഫാൾസ്, നമ്പർ അല്ലെങ്കിൽ ട്രൂ എന്നാണ്. അപ്പോൾ നമ്പർ അല്ലെങ്കിൽ ട്രൂ എന്ന് കിട്ടി. അപ്പോൾ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ അലർട്ട് മെസ്സേജ് കൊടുക്കുന്നത് പ്ലീസ് എൻ്റർ നമ്പർ ആസ് ദ ലിമിറ്റിനുള്ള മെസ്സേജ് കൊടുക്കും. അങ്ങനെ നമ്മളൊരു വാലിഡേഷൻ നടത്തും. ഓക്കെ, അതിനുശേഷം മാത്രമാണ് ലിമിറ്റിലോട്ട് നമ്പർ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസിൽ ആദ്യത്തെ ഏതെങ്കിലും ഒന്ന് ഹിറ്റ് ആയ സമയത്ത് റിട്ടേൺ കൊടുക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്യും, പ്രോഗ്രാം അല്ലെങ്കിൽ ആ എക്സിക്യൂഷൻ ജാവാസ്ക്രിപ്റ്റിന്റെ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ്. ഓക്കെ, അത് രണ്ടും മീൻസ്
ഫാൾസ് ആണെങ്കിൽ ലിമിറ്റിലോട്ട് എൻട്രി ചെയ്യുള്ളൂ. അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ ഓർത്തിക്കാം. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ബോക്സിൽ എന്തൊരു ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ട്, ആ എൻട്രി ചെയ്ത ഡാറ്റ ഒരു നമ്പർ ആണ് എന്ന് നമുക്ക് ഓർപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ വാലിഡേഷൻസ് നടത്താം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഇപ്പോൾ ഇത്രയും കാലം പഠിച്ചത് അല്ലെങ്കിൽ ഇത്രയും നേരം പഠിച്ചത് നമ്മളത് ടെക്സ്റ്റ് ബോക്സിൽ വാല്യൂ എങ്ങനെ അസസ് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ അസസ് ചെയ്യുന്ന പോലെയല്ല എന്ത് ഒരു കമാൻഡ് ബോക്സ് അല്ലെങ്കിൽ എന്താ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലെ വാല്യൂ അസസ് ചെയ്യുന്നത്. അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ടല്ലേ. ഒരു ഔട്ട്പുട്ട് എന്താണ്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഇതുണ്ട്. അവിടെ തൊട്ടപ്പുറത്ത് കാണുന്ന സ്റ്റേറ്റിന്റെ അപ്പുറത്ത് കാണുന്ന എന്താണ്, ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ വാല്യൂ വരുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നുണ്ട്. ആ സ്റ്റേറ്റിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ മീൻസ് ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഏത് സ്റ്റേറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് തൊട്ട് താഴെ ക്യാപിറ്റൽ എന്നുള്ള ടെക്സ്റ്റ് ബോക്സിൽ എന്ത് വരും, ആ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ വരുന്നു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞ ഒരു ഫോമിൽ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് തൊട്ട് താഴെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ലേബൽ കൊടുക്കുന്നു. അതിന് ശേഷം തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് ബോക്സും കൊടുക്കുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് ഷോ ബട്ടൺ കൊടുക്കുന്നു. ഇത്രയാണ് എന്ത് ഫോമിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോമിന്റെ ഡിസൈൻ നോക്കാം. ഫോം നെയിം കൊടുത്തു, FRM ക്യാപിറ്റൽ എന്ന് കൊടുത്തു. പിന്നെ സെൻറ്റർ ടാഗ് സ്റ്റേറ്റിനുള്ള ഒരു ലേബൽ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും, സെലക്ട് ടാഗ് ഉപയോഗിച്ച് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എടുക്കുന്നു. സൈസ് ഈക്വൽ ടു 1 കൊടുത്തതിന് എന്തായി, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയി. ലിസ്റ്റ് ബോക്സ് ആണെങ്കിൽ സൈസിന്റെ വാല്യൂ ഒന്നിൽ കൂടുതലായാലും ഇവിടെ ഒന്നായാലും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണ്. നമുക്ക് അവിടെ ഔട്ട്പുട്ടിലും കാണാം ഒരൊറ്റ വാല്യൂ ആണ്. നെയിം ഈക്വൽ ടു CBO സ്റ്റേറ്റ്. ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമ്മൾ നെയിം കൊടുത്തു, എന്താണ് CBO സ്റ്റേറ്റ്. ടെക്സ്റ്റ് ബോക്സിലൊക്കെ നെയിം കൊടുക്കുന്ന പോലെ തന്നെ ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനും കൊടുത്തു അല്ലേ. ഇനി അതിൽ ഡിഫറെന്റ് ഓപ്ഷൻസ് പറഞ്ഞു, കേരള, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര. അങ്ങനെ 4 സ്റ്റേറ്റ് നമ്മൾ കൊടുക്കുന്നുള്ളൂ സിംപ്ലിസിറ്റിക്ക് വേണ്ടി. നമുക്ക് ഫുള്ള് വേണമെങ്കിൽ കൊടുക്കാം. സെലക്ട് ടാഗ് ക്ലോസ് ചെയ്തു അല്ലേ. എന്ത് ചെയ്തു, തൊട്ട് താഴെയായിട്ട് ക്യാപിറ്റൽ ലേബൽ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു, അതിന്റെ പേര് കൊടുത്തു TST ക്യാപിറ്റൽ. ഓക്കെ, ദെൻ വീണ്ടും ഇൻപുട്ട് ടൈപ്പ്. ഇതിന്റെ ഇടയ്ക്കൊക്കെ BR ഒക്കെ ഉണ്ട്. അത് ഉദ്ദേശിക്കുന്ന അലൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ 2 ലൈൻ ബ്രേക്ക് അല്ലെങ്കിൽ 2 ലൈൻ താഴെ അടുത്ത ഇത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾ അലൈൻമെന്റ് കാര്യങ്ങളാണ്, അത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ എന്ന് കൊടുത്തു, വാല്യൂ ഈക്വൽ ടു ഷോ കൊടുത്തു, ഓൺ ക്ലിക്ക് ഇവന്റ് കൊടുത്തു, ക്യാപിറ്റൽ. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും അതുണ്ടാവും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് കോഡിനെ വിളിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി എങ്ങനെയാണ് അതിന്റെ ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന്റെ കോഡ് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ ക്യാപിറ്റൽ കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ 2 വേരിയബിൾ എന്നും ആൻസറും ഡിക്ലെയർ ചെയ്തു. എന്നിലോട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഫസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലെ വാല്യൂ എടുക്കുന്നു. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നമ്മൾ സെലക്ട് ചെയ്ത വാല്യൂ എടുക്കുന്നു അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഡോക്യുമെന്റ് അല്ലെ. ഡോക്യുമെന്റിലെ ഫോമിന്റെ പേരെന്താ, FRM ക്യാപിറ്റൽ. ഇപ്പൊ ഡോക്യുമെന്റ് ഡോട്ട് FRM ക്യാപിറ്റൽ. അതിലടുത്ത് എന്താണ്, ഏത് ഫോം കൺട്രോൾ ആണ് അതിന്റെ നെയിമാണ്. ഫോം കൺട്രോളിന്റെ നെയിം എന്താണ്, നമ്മൾ കോമ്പോസിന്റെ നെയിം എന്താ കൊടുത്തിരിക്കുന്നത്, CBO സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ഡോക്യുമെന്റ് ഡോട്ട് FRM ക്യാപിറ്റൽ ഡോട്ട് CBO സ്റ്റേറ്റ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വരുന്നു. അടുത്ത എന്താണ്, നോർമലി ടെക്സ്റ്റ് ബോക്സ് ആണ് നമ്മൾ എന്താ കൊടുക്കാറ്, വാല്യൂ എന്നാണ് അല്ലെ. പക്ഷെ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് അല്ല, ഇവിടെ എന്താണ്, കോംബോ ബോക്സ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിലെ വാല്യൂ, സെലക്ടഡ് വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നതാണ് സെലക്ടഡ് ഇൻഡെക്സ് എന്നാണ്. അപ്പോൾ ഇതൊരു ജാവാസ്ക്രിപ്റ്റ് കീവേഡ് ആണ്, സെലക്ടഡ് ഇൻഡെക്സ് എന്ന് പറയാം. സെലക്ടഡ് ഇൻഡെക്സ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം I ക്യാപിറ്റൽ ആണ്. ഓക്കെ, സെലക്ടഡ് ഇൻഡെക്സിൽ I ക്യാപിറ്റൽ ആണ്, ഒരൊറ്റ വേർഡാണ് സെലക്ടഡ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലെ വാല്യൂ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇതെന്താണ്, കീവേഡ് എന്താണ്, സെലക്ടഡ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഡോക്യുമെന്റിലെ, ഫോമിലെ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലെ സെലക്ടഡ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഡോക്യുമെന്റ് ഡോട്ട് FRM ക്യാപിറ്റൽ ഡോട്ട് CBO സ്റ്റേറ്റ് ഡോട്ട് സെലക്ടഡ് ഇൻഡെക്സ്. അപ്പോൾ ഇത്രയും എന്താണ്, സെയിം ആണ്. ഇത്രയും കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്, നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ എന്നിന്റെ വാല്യൂ കിട്ടി, നമ്മളവിടെ കിട്ടിയതിൻ്റെ എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റീഡ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഓപ്ഷൻ റീഡ് ചെയ്യുക, സെലക്ടഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ആക്ച്വലി അവിടെ വരുന്നത് 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ ആ ഓർഡർ ഉണ്ടാവും, കൊടുത്ത ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഓർഡർ ഉണ്ടാവും. ആ ഓർഡറിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ അതിന് 0 എന്നുള്ള രീതിയിലാണ് വരിക, 0 ഇൻഡെക്സ്. ദെൻ അടുത്ത ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ 1 വരും, തേർഡ് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നത് 2 എന്ന് വരും, ഫോർത്ത് ഓപ്ഷൻ ആണെങ്കിൽ 3 എന്ന് വരും. ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ കിട്ടിയ അതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് റീഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എന്തായാലും സെലക്ടഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഇപ്പോൾ സ്റ്റേറ്റ് കേരള എന്ന് കൊടുത്തെങ്കിൽ കേരള ഫസ്റ്റ് ആണ്.
അല്ലേ? അപ്പോൾ കേരള എന്നല്ല എന്നിലോട്ട് റീഡ് ചെയ്യുന്നതിന് പകരം എന്താണ് അതിന്റെ സെലക്ടഡ് ഇൻഡെക്സ് ആണ്. നമ്മൾ സ്റ്റോറി നമ്മൾ പറഞ്ഞ പേരിൽ തന്നെ ഉണ്ട്, സെലക്ടഡ് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് 0 എന്ന് പറയും. ഓക്കെ. ഇനി അതല്ല കർണാടക എന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നാലാമത്തെ ഇതാണ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ 3 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വാല്യൂ ഇവിടുത്തെ ഓരോ കേസിന് കൊടുക്കുന്നു. ഓക്കെ. 0 ആണെങ്കിൽ അതിന്റെ തലസ്ഥാനമായിട്ട് നമ്മൾ ആൻസറിക്കൽ തിരുവനന്തപുരം എന്ന് കൊടുത്തു. 1 ആണെങ്കിൽ ബാംഗ്ലൂർ എന്ന് കൊടുത്തു. അങ്ങനെ ആൻസർ നമ്മൾ ആൻസറിലോട്ട് അതിന്റെ തലസ്ഥാനത്തിന്റെ പേര് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? അതിന് ആ ടെക്സ്റ്റ് ബോക്സിലോട്ട് നമ്മൾ റൈറ്റ് ചെയ്യണം. അല്ല, അതിന് വേണ്ടി എന്ത് ചെയ്തു? ഡോക്യുമെന്റ് ഡോട്ട് FRM ക്യാപിറ്റൽ ഡോട്ട് TST ക്യാപിറ്റൽ ഡോട്ട് വാല്യൂ, ദാറ്റ് ഈസ് ഡോക്യുമെന്റിലെ ഫോമിലെ ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത ആൻസർ കൊടുക്കും. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ജസ്റ്റ് നമ്മൾ ആ പോയിന്റ്സ് മാത്രം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിന്റെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകെ നമുക്ക് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എങ്ങനെയാണ് ടെക്സ്റ്റ് ബോക്സ് കമാൻഡ് ബോക്സിലെ വാല്യൂ റീഡ് ചെയ്യുന്നത്. അതിന് വേണ്ടി സെലക്ടഡ് ഇൻഡെക്സ് എന്നുള്ള ഉപയോഗിക്കുന്നു. അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇൻഡെക്സ് വാല്യൂ ആണ് റീഡ് ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ ഉള്ളിൽ വാല്യൂ അല്ല. അപ്പോൾ ഇൻഡെക്സ് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇൻഡെക്സ് നോക്കിയിട്ട് എങ്ങനെ പ്രോസസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം അവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ ഇത്രാമത്തെ ഇൻഡെക്സിലുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? വാല്യൂ ഇട്ട് പ്രോസസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അസസിങ് വാല്യൂസ് ഇൻ ടെക്സ്റ്റ് ബോക്സ്, അത് ജസ്റ്റ് ഒരു താഴെ ഒരു പ്രോഗ്രാം വീണ്ടും കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടുത്തൊരു ജാവാസ്ക്രിപ്റ്റ് കോഡ്, കുറച്ചുകൂടി കൂടുതൽ വാലിഡേഷൻ. നമ്മളൊരു ഫോം, ഇപ്പോൾ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ടോ, നെയിം ഫീൽഡ് എൻ്റർ ചെയ്തിട്ടുണ്ടോ, നെയിം ഫീൽഡിന്റെ ലെങ്ത് <5 ആണെങ്കിൽ ഒരു അലർട്ട് മെസ്സേജ് കൊടുക്കുന്നു, മിനിമം 5 ക്യാരക്ടർ വേണം. അങ്ങനത്തെ ഏജ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു നമ്പർ ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനാണ്. പിന്നെ ഏജ് 15-നും 20-നും ഇടയ്ക്കുള്ളതാണ്. അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു? വാലിഡേഷൻ, ഡിഫറെൻറ്റ് വാലിഡേഷൻസ് എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കൺട്രോൾ സ്ട്രക്ചറും നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, ജസ്റ്റ് കൂടുതൽ എക്സാമ്പിളിലൂടെ നിങ്ങളെ ഒന്നുകൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രം. ഇപ്പോൾ ജസ്റ്റ് ബുക്കിൽ ഈ ഭാഗം നന്നായിട്ട് എടുത്ത് വായിച്ചൊന്ന് ചെക്ക് ചെയ്താണെങ്കിൽ, എഴുതി പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അതിന്റെ കേസ് സെൻസിറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കേസ് സെൻസിറ്റീവ് പ്രോപ്പർട്ടി മറന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ എഴുതുമ്പോൾ ആ ഒരു സ്പെല്ലിങ് മറക്കും, അല്ലെങ്കിൽ അതിന്റെ കേസസ് മറക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഒരേ വേർഡ് തന്നെ എന്ത് ചെയ്യുന്നു? ഒരൊറ്റ വേർഡ് 2 വേർഡൊക്കെ ആയിട്ട് എഴുതുന്നു. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരുത്തരുത്. അപ്പോൾ എഴുതി പഠിക്കണം അതിനെ. ഓക്കെ. അതിന്റെ ലാസ്റ്റ് വൺ ഈസ് ways to add script to a web page. അല്ലെ, വെബ് പേജിലോട്ട് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രധാനമായിട്ട് 3 തരത്തിലാണുള്ളത്. ഇൻസൈഡ് ദ ബോഡി ടാഗ്, ഇൻസൈഡ് ദ ഹെഡ് ടാഗ് ആൻഡ് ആൻ എക്സ്റ്റേണൽ ഫയൽ. ഇൻസൈഡ് ദ ബോഡി ടാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോഡി ടാഗിന്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്ന എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബോഡി ടാഗ് പ്രോസസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതും പ്രോസസ് ചെയ്ത് പോകുന്നു. ബോഡി ടാഗിലെ കണ്ടന്റ് പ്രോസസ് ചെയ്യുന്നു. അതിൻ്റെ ഇടക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ അതിനെ റെൻഡർ ചെയ്യുന്നു. റെൻഡർ ചെയ്ത ശേഷം, റെൻഡർ ചെയ്യാൻ അതിനെ പ്രോസസ് ചെയ്യും. അതിനെ പ്രോസസ് ചെയ്ത ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? തൊട്ട് താഴെയുള്ള HTML കോഡ്, ബോഡി ടാഗിന്റെ ഉള്ളിൽ വരുന്ന HTML കോഡ് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇൻസൈഡ് ദ ഹെഡ് ടാഗ് എന്ന് പറഞ്ഞാൽ, ഹെഡ് ടാഗിലും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഹെഡ് ടാഗിലും നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് എഴുതുന്നത്. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഹെഡ് ടാഗിൽ ഓൾറെഡി കൊടുക്കുകയാണെങ്കിൽ, ഡാറ്റ ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുക്കുകയാണെങ്കിൽ, ഫംഗ്ഷൻസ് ഒക്കെ ഉള്ള കോഡ് ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ബോഡി ടാഗിൽ ആ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ, സ്ക്രിപ്റ്റ് കോഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നു? അതിനെ പ്രോസസ് ചെയ്യുന്നു. കാരണം എന്താണ്? ഹെഡ് ടാഗ് ഓൾറെഡി പ്രോസസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ബോഡി ടാഗിലോട്ട് നമ്മൾ വരിക, HTML പ്രോഗ്രാമിൽ അല്ലേ. അപ്പോൾ ഓൾറെഡി ഹെഡ് ടാഗ് പ്രോസസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മെമ്മറിയിൽ കയറിയിട്ടുണ്ട്. ഫംഗ്ഷൻ കോൾ വരുമ്പോൾ എന്ത് ചെയ്യും? ഫാസ്റ്റ് ആയിട്ട് ഫംഗ്ഷനെ നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഹെഡ് ടാഗിൽ നമ്മൾ കോഡ് എഴുതുന്നുണ്ട്, ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതുന്നുണ്ട്, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. കാരണം ഹെഡ് ടാഗിൽ നമ്മൾ കണ്ടന്റ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹെഡ് ടാഗിൽ നമുക്ക് സ്ക്രിപ്റ്റ് കോഡ് എഴുതുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതേസമയം ബോഡി ടാഗിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് സ്ക്രിപ്റ്റ് കോഡും അതുപോലെ ബോഡി ടാഗിന്റെ അഡീഷണൽ HTML കോഡൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഹെഡ് ടാഗിന്റെ ഉള്ളിൽ കോഡ് എഴുതുന്നതുകൊണ്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് വൺ ഈസ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ. ഇതും വളരെ എളുപ്പമാണ്. ഇത് എന്തുകൊണ്ടാണ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഫയലിൽ ജാവാസ്ക്രിപ്റ്റ് കോഡ് സ്റ്റോർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെയിം ജാവാസ്ക്രിപ്റ്റ് കോഡ് ഡിഫറെന്റ് പ്രോഗ്രാംസിൽ, HTML കോഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് യൂസ് ചെയ്യാം. വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ലിങ്ക് ചെയ്താൽ മതി.
ഓക്കെ. അപ്പോൾ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ എഴുതുമ്പോൾ നമ്മൾ ഒരു എഡിറ്റ് എടുക്കുന്നു. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ക്രിപ്റ്റ് ടാഗ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് കോഡ് നമ്മൾ എഴുതി തുടങ്ങിയാൽ മതി എന്നുമാണ്. ഓക്കെ. ഇവിടെ ഒരു ഫംഗ്ഷൻ ചെക്ക് ഡാറ്റ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ജാവാസ്ക്രിപ്റ്റ് കോഡ് നമ്മൾ എന്ത് ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് എഴുതുന്നത്. ഓക്കെ. അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗ് ഒന്നും ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ ഫയൽ നമുക്ക് ലിങ്ക് ചെയ്യുന്നത് ഒരു HTML ഫയലിലോട്ട്? അപ്പോൾ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഫയൽ എന്ന് പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് സ്റ്റോർ ചെയ്യാം. എങ്ങനെയാണ്? .js എക്സ്റ്റൻഷൻ ആയിരിക്കണം എന്ന് മാത്രം. നമ്മൾ .cpp എന്ന് പറഞ്ഞ പോലെ .js എക്സ്റ്റൻഷനിൽ നമ്മൾ ആ ജാവാസ്ക്രിപ്റ്റ് കോഡ് മാത്രം, HTML കോഡ് ഇല്ല, വെറും ജാവാസ്ക്രിപ്റ്റ് കോഡ് മാത്രം എഴുതുന്നു. അതിന് .js ഫയലായിട്ട് സ്റ്റോർ ചെയ്യുന്നു. സപ്പോസ് sample.js ചെക്ക് ഡാറ്റ .js നമ്മൾ സേവ് ചെയ്തെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെങ്ങനെ നമ്മളുടെ HTML കോഡിലോട്ട് ലിങ്ക് ചെയ്യാം. സെപ്പറേറ്റ് JS ഫയൽ എക്സ്റ്റേണൽ ഫയലായിട്ട് സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, അതിനെന്ത് ചെയ്യണം, HTML ഫയലിലോട്ടായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ ഈ ലിങ്കിങ് നമുക്ക് ഏത് സെക്ഷനിൽ വേണമെങ്കിലും ചെയ്യാം, അതുപോലെ തന്നെ ബോഡി സെക്ഷനിലും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. നേരത്തെ 5th ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 2 ആട്രിബ്യൂട്ട്, സ്ക്രിപ്റ്റ് ടാഗിന്റെ 2 ആട്രിബ്യൂട്ട്, ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? ടൈപ്പ് ആൻഡ് SR. അപ്പോൾ ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കുന്നു, ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ. ജാവാസ്ക്രിപ്റ്റ് ടെസ്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ടെസ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. ദെൻ അടുത്ത് എന്ത് ചെയ്യണം, ഫയലിന്റെ സോഴ്സ് കൊടുക്കും അല്ലേ, SRC ഈക്വൽ ടു ആ ഫയൽ നെയിം. ഫയൽ നെയിം എന്തായിരിക്കും, .js എക്സ്റ്റൻഷൻ ആയിരിക്കും. ചെക്ക് ഡാറ്റ .js ഇത്രയും കൊടുത്താൽ മതി. പിന്നെ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യണം. സ്ക്രിപ്റ്റ് ടാഗിന്റെ ഇടയിൽ വേറെ ഒന്നും വേണ്ട. സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്യുന്നു, അതിന്റെ കൂടെ ടൈപ്പ് ഈക്വൽ ടു ടെസ്റ്റ് ഓർ ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം SRC ഈക്വൽ ടു ആ പറഞ്ഞ എക്സ്റ്റേണൽ ഫയലിന്റെ നെയിം അവിടെ കൊടുക്കുന്നു. ദെൻ സ്ക്രിപ്റ്റിന്റെ ഓപ്പണിംഗ് ടാഗ് ക്ലോസ് ചെയ്തു. ദെൻ സ്ക്രിപ്റ്റ് ക്ലോസിംഗ് ടാഗ് എഴുതി. വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സ്റ്റേണൽ ഫയൽ മുഖേന ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമ്മളുടെ HTML-ലോട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ 5th ചാപ്റ്റർ, ദാറ്റ് ഈസ് എന്താണ്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്.